ഹലോ ഉസ്മാനെ, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ അവിടെ? ഉസ്മാന് സാറ് തോറ്റു നിൽക്കുകയാണെന്ന് അയാൾക്ക് തോന്നണം. എന്നിട്ട് അവസരം വരുമ്പോ വെട്ടിലാക്കാം. ഉമ്മൻചാണ്ടി. പിണറായി വിജയനും സംഘവും ചെയ്യുന്നതിനേക്കാൾ ഉപകാരം ഈ നാട്ടിലെ പശുക്കൾ ചെയ്യുന്നുണ്ട്. ഇതാരാ പറഞ്ഞു? സുരേന്ദ്രൻ. ഓക്കെ, കറക്റ്റ് ആണ്. ചെറുപ്പക്കാരന് നേരെ ഒരു പ്രത്യേക രീതിയിലുള്ള റിയാക്ഷൻ ഞാൻ എടുത്തു. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. നരേന്ദ്രമോദിക്ക് മലയാളം അറിയില്ല. മനോഹരമായിരിക്കുന്നു. ഹലോ, ഞങ്ങൾ മേക്കോ മീഡിയ പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലിലാണ്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമ്മൾ രാഷ്ട്രീയ നേതാക്കന്മാർ ഇപ്പോൾ പറഞ്ഞ ഡയലോഗ്സ് ഫേമസ് ആയിരുന്നല്ലോ, അതാരാ പറഞ്ഞതെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ അതിൽ 3 ആൻസർ പറഞ്ഞാൽ ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട്. ഈ കപ്പൽ ആടി ഉലകയില്ല, ഇതിനൊരു കപ്പിത്താനുണ്ട്. ഇതാരാ പറഞ്ഞേ? നോക്കിയറിയില്ല, അല്ലെങ്കിൽ മറ്റേ പിണറായി വിജയനാവും. വേറെ ഏതെങ്കിലും ഗസ്റ്റ് ഉണ്ടോ? എനിക്ക് ആകെ 2 ആൾക്കാരെ മാത്രമേ അറിയുള്ളൂ. സിനിമയുടെ മാള് രാഷ്ട്രീയം വീണ ജോർജ് ആണ്. ശരി, എന്താ അടുത്ത കേക്കട്ടെ. എന്നാലും ഈ ചെറുപ്പക്കാരന് നേരെ ഒരു പ്രത്യേക രീതിയിലുള്ള റിയാക്ഷൻ ഞാൻ എടുത്തു. ഇതാരാ പറഞ്ഞു? ഈ ചെറുപ്പക്കാരന് നേരെ ഒരു പ്രത്യേക രീതിയിലുള്ള റിയാക്ഷൻ ഞാൻ എടുത്തു. ബെസ്റ്റ്ഡാ. നേരത്തെ പറഞ്ഞ ആൻസറിലുണ്ട്, കറക്റ്റ് ആണ്. പക്ഷെ നേരത്തെ പോയല്ലോ, അതുകൊണ്ട് ലാസ്റ്റ് ഒരു ചാൻസ് കൂടെ തരാം. പിണറായി വിജയനും സംഘവും ചെയ്യുന്നതിനേക്കാൾ ഉപകാരം ഈ നാട്ടിലെ പശുക്കൾ ചെയ്യുന്നുണ്ട്. ആരാ പറഞ്ഞു? മലയാളം അറിയോ അങ്ങേക്ക്? അല്ല, ബുദ്ധിണ്ട് കുട്ടിക്ക് ബുദ്ധിണ്ട്. കെ സുരേന്ദ്രൻ. താങ്ക് യു. ഞങ്ങൾ മേക്കോ മീഡിയ പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലിലാണ്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞ ഡയലോഗ്സ് ഇപ്പോൾ കുറേ ഫേമസ് ആയിരുന്നല്ലോ, അപ്പോൾ അത് ആരാ പറഞ്ഞ, ഏത് നേതാവാ പറഞ്ഞതെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, wherever I go I take my house in my head. ഇതാരാ പറഞ്ഞേ? വിദ്യാഭ്യാസ മന്ത്രി. പേര്? യെസ്, കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ധാരാളം വായിക്കുകയും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുകയും ചെയ്യുന്ന ആളാണ്. അതിന് തക്കതായ ഒരു കണ്ണടയാണ് വാങ്ങിയിട്ടുള്ളത്. കണ്ണട വാങ്ങിയിട്ട് കുറെ പൈസ സംഭവമാണ്. ഗസ് ചെയ്തോക്കെ, ഒന്നുകൂടെ ഗസ് ചെയ്തോക്ക. അല്ല, ആർ ബിന്ദു ആണ്. ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കാം. പിണറായി വിജയനും സംഘവും ചെയ്യുന്നതിനേക്കാൾ ഉപകാരം ഈ നാട്ടിലെ പശുക്കൾ ചെയ്യുന്നുണ്ട്. ഇതാരെ പറഞ്ഞു? ഞാൻ പറഞ്ഞതല്ല. കറക്റ്റാണ്. ഹായ്, ഞങ്ങൾ മേക്കോ മീഡിയ പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലിലാണ്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമ്മൾ രാഷ്ട്രീയ നേതാക്കന്മാർ ഇപ്പോൾ പറഞ്ഞ ഡയലോഗ്സ് കുറേ ഫേമസ് ആയിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ആരെ പറഞ്ഞാൽ മതി. ഓക്കെ, ഈ കപ്പൽ ആടി വിലകയില്ല, ഇതിൻ്റെ ഒരു കപ്പിത്താനുണ്ട്. ഇതാരാ പറഞ്ഞേ? പിണറായിനെ കുറിച്ചിട്ടാ തോന്നുന്നു. പിണറായിനെ കുറിച്ചിട്ടാണ്. MP രാജേഷ് അല്ല, വീണ ജോർജ് ആണ്. അടുത്ത ചോദിക്കട്ടെ. wherever I go I take my house in my head. ഇതാരാ പറഞ്ഞേ? അറിയില്ല. ഒരു ലേഡി തന്നെയാണ്. ശൈലജ ടീച്ചർ അല്ല, ആർ ബിന്ദു ആണ്. ഒരെണ്ണം കൂടെ ചോദിക്കട്ടെ, എന്നാ അറിയോ നോക്കാം. ഈ ചെറുപ്പക്കാരന് നേരെ ഒരു പ്രത്യേക രീതിയിലുള്ള റിയാക്ഷൻ ഞാൻ എടുത്തു. ആരാ പറഞ്ഞേ? പോസ്റ്റ് പാർട്ടിയാണോ?
അല്ല, ഇപ്പോൾ റൂളിംഗ് പാർട്ടിയാണ്. അറിയില്ല സതീഷ്. പിണറായി വിജയൻ. ഓക്കെ, താങ്ക് യു. ഹായ്, ഞങ്ങൾ മേക്കപ്പ് മീഡിയ പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലിലാണ്. അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഒരു 3 ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് 3നും ആൻസർ പറഞ്ഞാൽ സമ്മാനമുണ്ട്. ഓക്കെ, നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇപ്പോൾ കുറച്ച് ഡയലോഗ്സ് ഇങ്ങനെ ഭയങ്കര ഫേമസ് ആയിട്ടുണ്ടല്ലോ, നമ്മൾ റീൽസിലൊക്കെ കാണണേ. അപ്പോൾ അത് ആരാ പറഞ്ഞത് പറഞ്ഞാൽ മതി. ഈ ചെറുപ്പക്കാരന് നേരെ ഒരു പ്രത്യേക രീതിയിലുള്ള റിയാക്ഷൻ ഞാൻ എടുത്തു. ഇതാരാ പറഞ്ഞു? പിണറായി വിജയൻ. ഓക്കെ, കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. wherever I go, I take my house in my head. ഇതാരാ പറഞ്ഞേ? ഭരണാധികാരിയാണോ? ഒരു ലേഡിയാണ്. wherever I go, I take my house in my head. ഇപ്പുണ്ടോ? ആ, അപ്പം ഉണ്ട്. ലീന ജോർജ്. അല്ല അല്ല, കേരളത്തിലുള്ള ആളാണ്. ആരോഗ്യമന്ത്രി ഇന്ദിരാഗാന്ധി. പദവി പറഞ്ഞാൽ മതിയോ? ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. അല്ല, ആരോഗ്യമന്ത്രിയാണ്. അല്ല, വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കും. വിദ്യാഭ്യാസ മന്ത്രി. എനിക്ക് തൃശ്ശൂർ വേണം, ഈ തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക. ഓക്കെ, കറക്റ്റാണ്. പിണറായി വിജയനും സംഘവും ചെയ്യുന്നതിനേക്കാൾ ഉപകാരം ഈ നാട്ടിലേക്ക് പശുക്കൾ ചെയ്യുന്നുണ്ട്. ഇതാരാ പറഞ്ഞു? സതീശനൊക്കെ. സുരേഷ് ഗോപി. അതെ, പ്രതിപക്ഷ നേതാവ് നരേന്ദ്രമോദിക്ക് മലയാളം അറിയില്ല. അയ്യോ, ശരി, ബായ്. കെ സുരേന്ദ്രൻ. ഹായ്, ഞങ്ങളൊരു യൂട്യൂബ് ചാനലിലാണ് മേക്കപ്പ് മീഡിയ പറഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ചോട്ടെ. അത് ആരാ പറഞ്ഞത് പറഞ്ഞാൽ മതി. നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞത് ഡയലോഗ്സ് ആണ്. അപ്പോൾ അത് ഏത് നേതാവാണ് പറഞ്ഞതെന്ന് പറയാം. ഹലോ ഉസ്മാൻ, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ അവിടെ? ഇതാരാ പറഞ്ഞേ? ആരാടി കേട്ടോ? ഗസ് ചെയ്യാൻ പറ്റുമോ? കുഞ്ഞാലിക്കുട്ടി. അല്ല, രമേശ് ചെന്നിത്തലയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഏറ്റവും കുറഞ്ഞ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത് വയനാടാണ്, 9353. ഇതാരാ പറഞ്ഞേ? അവള് പറഞ്ഞു. കിട്ടും, കാണാറില്ല. ആ ഒരു വിദ്യാഭ്യാസം കൊണ്ടൊക്കെ റിലേറ്റഡ് ആയിട്ട് ആരാടി? പറയട്ടെ. വി ശിവൻകുട്ടി. അടിപൊളി. അടുത്തത്. ഞങ്ങൾക്ക് പഴയ വിജയനെയും പേടിയില്ല, പുതിയ വിജയനെയും പേടിയില്ല. അതാരാ പറഞ്ഞു? പ്രതിപക്ഷ നേതാവായിരിക്കും. ആണ്. സതീശനാ? അതെ, കൺഗ്രാറ്റ്സ്. ബൈ. ഞങ്ങൾ മേക്കപ്പ് മീഡിയ പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലിലാണ്. അപ്പോൾ നമ്മൾ രാഷ്ട്രീയ നേതാക്കൾ ഇപ്പോൾ കുറേ ഫേമസ് ഡയലോഗ്സ് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ആരാ പറഞ്ഞതെന്ന് പറഞ്ഞാൽ മതി. സിമ്പിളാണ്. 3 ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞാൽ സമ്മാനമൊക്കെ ഉണ്ട്. ഓക്കെ, പിണറായി വിജയനും സംഘവും ചെയ്യുന്നതിനേക്കാൾ ഉപകാരം ഈ നാട്ടിലെ പശുക്കൾ ചെയ്യുന്നുണ്ട്. ഇതാരാ പറഞ്ഞേ? ഓപ്ഷനൊന്നുമില്ല. വേണമെങ്കിൽ ഒന്ന് ഗസ് ചെയ്തോക്ക്. രാഷ്ട്രീയ നേതാക്കളുടെ പേര് അറിയില്ലേ? ആരാ പറയാ? നരേന്ദ്രമോദി. ശരി, എന്നാ കെ സുരേന്ദ്രനാണ്. കെ സുരേന്ദ്രനാണ്. വേറെ, എനിക്ക് തൃശ്ശൂർ വേണം, നിങ്ങൾ എനിക്ക് തരണം, ഈ തൃശ്ശൂർ ഞാനിങ്ങനെ എടുക്കുക. സുരേഷ് ഗോപി. ഓക്കെ, കറക്റ്റാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഹലോ ഉസ്മാൻ, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ അവിടെ? ഇതാരാ പറഞ്ഞു? രാഹുൽ ഗാന്ധിയാണോ? രമേശ് ചെന്നിത്തലയാണ്. ഓക്കെ, ഞങ്ങൾ മേക്കപ്പ് മീഡിയ പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലിലാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ കുറേ ഫേമസ് ഡയലോഗ്സ് പറഞ്ഞതല്ലോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഡയലോഗ്സ് ചോദിക്കാം. ആരാ പറഞ്ഞത് പറഞ്ഞാൽ മതി. ഓക്കെ, wherever I go, I take my house in my head. ഇതാരാ പറഞ്ഞത്? മറ്റേ ആ ടീച്ചർ എന്താണ്, ഹെൽത്തിന്റെ ആളില്ലേ? എന്തോ ടീച്ചറാണല്ലോ, പേര് പറയൂ. ലേഡിയാണ്. ശൈലജ ടീച്ചറാണോ? അല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. വഞ്ചകി നിരക്കുന്നത് കൊഞ്ചലാണ് ഇപ്പോഴും. ഇതാരാ പറഞ്ഞു? രാഷ്ട്രീയ പിണറായി വിജയന. എൽദോസ് കുന്തപ്പള്ളിയാണ്. വേറെ ചോദ്യം ചോദിക്കാം. ഈ ചെറുപ്പക്കാരന് നേരെ ഒരു പ്രത്യേക രീതിയിലുള്ള റിയാക്ഷൻ ഞാൻ എടുത്തു. ഇതാരാ പറഞ്ഞു? ഇത് ഇപ്പൊ നേരത്തെ പറഞ്ഞ ആൻസറിലുണ്ട്. ശൈലജ ടീച്ചറാ? പിണറായി വിജയൻ. ഓക്കെ, ശരി. ഞങ്ങൾ മേക്കപ്പ് മീഡിയ പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലിനാണ്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചോട്ടെ. നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ഇപ്പോൾ നല്ല ഫേമസ് ഡയലോഗ്സ് പറഞ്ഞതല്ലോ.
അപ്പം അതിന് കുറച്ച് ഡയലോഗ്സ് പറയാണ്. അത് ആരാ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് പഴയ വിജയനെയും പേടിയില്ല, പുതിയ വിജയനെയും പേടിയില്ല. അതാരാ പറഞ്ഞേ? അതെ, കറക്റ്റാണ്. അടുത്തത്, ഈ കപ്പൽ ആടി വിലകയില്ല, ഇതിനൊരു കപ്പിത്താനുണ്ട്. ഇതാരാ പറഞ്ഞേ? ഫീമെയിലാണ്. ആ, ഓപ്ഷൻ ഉണ്ടോ? വീണ ജോർജ്. അതെ, കറക്റ്റാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനും കൂടി ശരിയുത്തരം പറഞ്ഞാൽ ഗിഫ്റ്റ് ഉണ്ട്. ഈ ചെറുപ്പക്കാരന് നേരെ ഒരു പ്രത്യേക രീതിയിലുള്ള റിയാക്ഷൻ ഞാൻ എടുത്തു. ഇതാരാ പറഞ്ഞു? രാഷ്ട്രീയ നേതാവാണ്. ഈ ചെറുപ്പക്കാരന് നേരെ ഒരു പ്രത്യേക രീതിയിലുള്ള റിയാക്ഷൻ ഞാൻ എടുത്തു. ബിജെപിക്കാരനാണോ? പിണറായി വിജയൻ. അതെ, കറക്റ്റാണ്. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. നമ്മുടെ ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കളുടെ കുറച്ച് ഡയലോഗ്സ് ഭയങ്കര ഹിറ്റായിന്നല്ലോ. അപ്പോൾ അത് ഒരു 3 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ അതിന് ശരിയുത്തരാണെങ്കിൽ ഒരു ഗിഫ്റ്റ് തരാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എനിക്ക് തൃശ്ശൂർ വേണം, നിങ്ങൾ എനിക്ക് തരണം, ഈ തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക. ആരാ പറഞ്ഞത്? സുരേഷ് ഗോപി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വഞ്ചകി നിനക്കെന്ത് കൊഞ്ചലാണ് ഇപ്പോഴും. ആരാ പറഞ്ഞത്? അറിയില്ല, എനിക്കറിയാതെ അപ്പൊ പറഞ്ഞുതരാട്ടോ. അബ്ദുൾ റഹ്മാനാണോ? അല്ല, ഒരു ട്രൈ കൂടെ തരാം. ഞാൻ ധാരാളം വായിക്കുകയും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുകയും ചെയ്യുന്ന ആളാണ്. അതിന് തക്കതായ ഒരു കണ്ണടയാണ് വാങ്ങിയിട്ടുള്ളത്. ഇതാരാ പറഞ്ഞത്? മറ്റേ തള്ളുണ്ടല്ലോ പഠിത്ത് വാങ്ങിച്ചത്. ഈശ്വര, മേഴ്സിക്കുട്ടിയല്ല, വീണ ജോർജ് അല്ല, വേറെ ഉണ്ടല്ലോ, ബിന്ദു. കറക്റ്റാണ്. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ പോയല്ലോ, അതുകൊണ്ട് ഗിഫ്റ്റ് തരാൻ പറ്റില്ല. എന്നാ ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കാം. പിണറായി വിജയനും സംഘവും ചെയ്യുന്നതിനേക്കാൾ ഉപകാരം ഈ നാട്ടിലെ പശുക്കൾ ചെയ്യുന്നുണ്ട്. ഇതാരാ പറഞ്ഞു? സുരേന്ദ്രൻ. ഓക്കെ, കറക്റ്റാണ്. ഞങ്ങളൊരു യൂട്യൂബ് ചാനലിലാണ് മാക്കോ മീഡിയ പറഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചോട്ടെ. നമ്മുടെ ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കളുടെ കുറച്ച് ഡയലോഗ്സ് ഫേമസ് ആയിരുന്നല്ലോ. അപ്പോൾ അതിന് ഹിറ്റ് ഡയലോഗ്സ് കുറച്ച് 2-3 പറയും. അപ്പോൾ അതിൻ്റെ ആൻസർ പറഞ്ഞാൽ മതി. 3 കറക്റ്റ് ആക്കിയാൽ ഒരു ഗിഫ്റ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും കുറഞ്ഞ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത് വയനാടാണ്, 9353. ഇതാരാ പറഞ്ഞു? ശിവൻകുട്ടി. ഓക്കെ, കറക്റ്റാണ്. ഹലോ ഉസ്മാൻ, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ അവിടെ? ഇതാരാ പറഞ്ഞു? അറിയില്ല അല്ലേ? അപ്പോൾ ഒരു ട്രൈയും കൂടി തരാം. വേറെവർ ഐ ഗോ ഐ ടേക്ക് മൈ ഹൗസ് ഇൻ മൈ ഹെഡ്. ഒരു ഫീമെയിലാണ് പറഞ്ഞത്. ട്രൈ ആക്കിയൊക്കെ. ഏതാ പാർട്ടി? പാർട്ടി കോൺഗ്രസ് അല്ല. അല്ലല്ലേ, ശോഭ സുരേന്ദ്രനാണോ? അല്ല. ഹലോ, ഞങ്ങളൊരു യൂട്യൂബ് ചാനലിലാണ് മാക്കോ മീഡിയ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു 2-3 ക്വസ്റ്റ്യൻസ് വെച്ചോട്ടെ. നമ്മുടെ ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കളുടെ കുറേ ഡയലോഗ്സ് ഭയങ്കര ഹിറ്റായിരുന്നല്ലോ. അപ്പോൾ അത് ഞാൻ ചോദിക്കും, ഡയലോഗ് ഞാൻ പറയും. അപ്പോൾ അത് ആരെ പറഞ്ഞാൽ മതി. ഈ കപ്പൽ ആടി വിലയുകയില്ല, ഇതിനൊരു കപ്പിത്താനുണ്ട്. ഓക്കെ, കറക്റ്റാണ്. അടുത്തത്, ഞങ്ങൾക്ക് പഴയ വിജയനെയും പേടിയില്ല, പുതിയ വിജയനെയും പേടിയില്ല. സതീശൻ. കറക്റ്റാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനും കൂടിയും ഉത്തരം പറഞ്ഞാൽ ഒരു ഗിഫ്റ്റ് വോച്ചർ സമ്മാനമായിട്ട് കിട്ടും. ഹലോ ഉസ്മാനെ, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ അവിടെ? ഉസ്മാന് ഉമ്മൻചാണ്ടി. രമേശ് ചെന്നിത്തല. ഓക്കെ, കറക്റ്റാണ്.